ഇവിടെ അടുത്തുള്ളൊരു പല്ല് ഡോക്ടർ ജോൺ സാർ ഒരിക്കതിനെ മേടിച്ചോണ്ട് പോയതാ. കണ്ടോ 3-4 ദിവസത്തെ തീറ്റയും പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതിനെയും വീട്ടിനകത്തിട്ട് പൂട്ടി ജോൺ സാറും കുടുംബം മൂന്നാർക്ക് ടൂർ പോയിന്നേ. ഇത് ഏതാ ഇനം? ഇത് ഞാൻ പറയാം. പേർഷ്യൻ കാറ്റ്. ആ കാറ്റത്ത് തീറ്റ വെച്ച മുറിയുടെ വാതിലടഞ്ഞു പോയിന്നേ. അവര് ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നവരെ ഇതിന് വെള്ളമില്ല, തീറ്റയില്ല, ചാകാറായ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് ഇട്ടേച്ചു പോയതാ. ആരെങ്കിലും പറ്റിയ ആളുകൾ വന്നാ കൊടുത്തോളാൻ പറഞ്ഞു. ഇവളിപ്പോ മിടിക്കായിട്ടിരിക്കണോ? കുട്ടൂസേ, ഇത് മതിയോ നിനക്ക്? വാങ്ങിച്ചു. കുട്ടൂസിന് ഇതിന് എന്ത് പേരാടാ മോണെ? ഡോറ. അങ്കിളേ, ഇങ്ങ് ഓടി വാ. ദാ കുഞ്ഞു തല വെളിയിലേക്ക് ഇട്ടു. ഇത് കുഞ്ഞിന്റെ അച്ഛനാണോ അമ്മയാണോ? അതച്ഛൻ. അതെങ്ങനെ അറിയും? ഈ ലവ് ബേഴ്സിലേ ആണുങ്ങൾക്ക് മൂക്കിന്റെ മുകളിലൊരു നീല നിറം ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. സൂക്ഷിച്ചു നോക്കിയേ. ഡാഡി വീട്ടിലില്ലേ? ഇല്ല. അത് പറ. ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കട്ടാ. കുളിച്ചിട്ട് ട്യൂഷൻ വന്ന് നോക്കടി. ഇങ്ങോട്ട് പാടാ. എപ്പ നോക്കിയാലും അവിടെ പോയി നിന്നോണം. കണ്ണ് തെറ്റിയ അവിടെയാ. വന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്കടാ. തനിക്ക് പണി ചെയ്യാൻ വല്ല ബംഗാളിയെ വിളിച്ചു നിർത്തിക്കൂടെ? എന്റെ മോനെ കൊണ്ടല്ല പണി എടുപ്പിക്കേണ്ടത്. ബംഗാളികളും മനുഷ്യരാട്ടോ. അത് നേരാ. ഞാനായിട്ട് വിളിക്കണതല്ലെന്നേ, അവൻ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നതാ. രമചേച്ചിക്ക് അറിയാലോ, ഈ മണവും പൊടിയും കാരണം പിള്ളേർക്ക് പനി മാറിയ സമയമില്ല. മണമുണ്ടോ? നീ മിണ്ടരുത്. മിണ്ടലും മതി. ഡാ, നീ ഇതെന്ത് കാണാൻ അവിടെ പോകുന്നത്? കുഞ്ഞൊരിഞ്ഞു നോക്കാൻ. കേറിപ്പോടാകത്ത്. ഡോ, അസോസിയേഷൻകാരെല്ലാം തനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടും കുടുക്കൊക്കെ എടുത്ത് പോവാൻ റെഡി ആയിക്കോ. അതെ, എന്തേ? ഇതിന്റെ കുത്തുവെപ്പൊക്കെ എടുത്താന്നോ? ഓ, കടിച്ച പട്ടിയെ കണ്ടിരുന്നെങ്കിൽ നാരങ്ങളും വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അല്ല, പേ ഉണ്ടെന്നറിയാൻ. ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും സേഫ്. ഇപ്പോഴതുകൊണ്ട് കയ്യിൽ മതി. പണ്ടായിരുന്നെങ്കിൽ ഇവര് ഈ പുക്കളിന് ചുറ്റും പൂക്കളെ വിട്ടാനേ. സാറിന് ഇത്ര സെറ്റപ്പും കാറും ഒക്കെ ഉണ്ടായിട്ടും പിന്നെങ്ങനെയാ പട്ടി കടിച്ചേ? കിളികളുടെ കളകളാരവം കേൾക്കാൻ പോയതാ, കണ്ടില്ലേ? ഫാറ്റും ബേൺ ചെയ്തു. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടൂ? ഇല്ല. ചേച്ചി പാടത്തില്ല, പക്ഷെ സാറ് ഗാനഭൂഷണം തോറ്റതാ. പാട്ടുകാരനാകണമെന്നായിരുന്നു മോഹം, പക്ഷെ പെട്ടെന്നാ പൊളിറ്റിക്സ് വന്നത്. നിർഭാഗ്യം. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടന് വിശ്വാസമായില്ലല്ലോ. ഇപ്പോൾ ഏതായപ്പോൾ സന്തോഷമായില്ലേ? അതാ പോളിസി എടുക്കുന്നതിൻ്റെ ഗുണം. കൂടിപ്പോയ ഇനി ഒരു തവണ കൂടി. ചേട്ടാ ഇല്ല, എല്ലാം ഓക്കെ അല്ലേ? ജംഗ്ഷനിൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ടാവില്ല. അതെ. എന്താ? വൈകുന്നേരം പട്ടിയുടെ കോലവും കത്തിക്കുന്നു. പട്ടിയുടെ കോലം കത്തിക്കാനോ? അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പട്ടിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലുണ്ട് പിടി. സാറേ, അപ്പൊ ഞങ്ങള് നേഴ്സുമാരുടെ പ്രശ്നമോ? അല്ല, MLA ഓഫീസിൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്കീമോ ഫണ്ടോ ഒന്നുമില്ല. ഞാൻ CM-നോട് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ MLA ഫണ്ടിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നോക്കാം. ഓർഫനേജിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിയാലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. നന്ദി. ശരി, ആയിക്കോട്ടെ. ശരി, നമസ്കാരം. വാ, സൂക്ഷിച്ചു നടക്കും. എന്താ സാർ, തിരക്കിലാണോ? എന്താ ഈ വഴിക്കൊക്കെ? വന്നല്ലേ പറ്റൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ കയറിയതാ. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓ, എന്താണ് സെന്റ് ജോർജിന് ഒരു ദേഷ്യം? സെന്റ് ജോർജ് അല്ല, ഗീവർഗീസ്. കലേഷ് ഒന്ന് മെലിഞ്ഞോ? ഓട്ടോക്കെ തിരക്കിലാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ, എന്താ ഇത്? വീടിനടുത്തൊരു പെറ്റ് ഷോപ്പുകാരൻ ഈ കിളികളെയും തത്തയും പട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരുത്തൻ വലിയ ശല്യമാണ്. റെസിഡൻസ് അസോസിയേഷൻകാർ പോലീസ് വഴി ഒരു പരാതി നൽകിയിട്ടുണ്ട് അയാളെ അവിടെ നിന്ന് മാറ്റാൻ. കേസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു കാലതാമസം ഉണ്ടല്ലോ. നമ്മൾ തമ്മിലുള്ള പരിചയം അവിടെ എല്ലാവർക്കും അറിയാം. അയാളെ അവിടെ നിന്ന് ഓടിക്കാൻ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒപ്പിട്ട് ഹർജിയായത്.
എന്താ അവനൊരു ദേഷ്യം? യവന്മാരൊക്കെ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പോലും മടിക്കില്ല. അത് ശരിയാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ശരി. പിന്നെ ഇലക്ഷനൊക്കെ വരികയാണ്. അറിയാം. നമ്മുടെ കാര്യം മറക്കരുത്, ആനയാണ് ചിഹ്നം. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ അവിടെയുള്ള എല്ലാവരുടെ വോട്ടും നിങ്ങൾക്കാണ്. പോരെ? ശരിയാണ്. ഇത് തന്നെയാണ് പഴമല്ല, ഈ സെറ്റപ്പ്. പോയി ആ ലൈസൻസും രജിസ്ട്രേഷനും പേപ്പറും ഒക്കെ ഇങ്ങെടുത്തോണ്ട് വാ. എന്താണ് ഇത്, അവില് കുഴച്ചോ? ആധാരം എവിടെയാണോ? ഇതൊരു പട്ടയോ സാറേ. ഇതാ? ആ, പണ്ട് ഞാനിവിടെ ഒരു സർക്കസിന് വേണ്ടി വന്നതാ. അന്ന് ഇതൊക്കെ ഒരു വീട്ടുകാരുടെ. പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ആധാരം ചെയ്ത് വാങ്ങിയതാ. ആ, അവരൊക്കെ തന്നെയാ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് പരാതി വന്നിരിക്കുന്നത്. അറിഞ്ഞായിരുന്നു. അത് കേസല്ലേ? കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇതിപ്പോ MLA ആഫീസിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട്, അതിന്റെ എൻക്വയറിയാ. സാറേ, പണ്ട് ഞാനിവിടെ വരുമ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു, ഈ റോഡ് പോലും. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ മാറ്റം വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഇപ്പൊ ഞാൻ മാറിയാലേ ഇവർക്കൊക്കെ സന്തോഷാവും. ഇവിടെ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ? 4-5 പണിക്കാര് സ്ഥിരം ഉണ്ടായിരുന്നതാ. ഇപ്പൊ ആവശ്യമുള്ളപ്പോ മാത്രം വിളിക്കും. തനിക്ക് ഈ ജീവികളുടെ ബിസിനസ്സാണ്? അന്നേ മൂപ്പര് പുലിമുരുകനില് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചതാ. മോഹൻലാല് ആണോ? ആഹാ, ഇവന്മാര് ബാഹുബലിക്ക് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയവരാ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. ഒരാന. ഓഹോ. അങ്കിളെ, ഒട്ടക എവിടെ? ഒരെണ്ണുണ്ട്. 76-ന് മുമ്പുള്ള പട്ടയമല്ലേ, വിധിയൊക്കെ വരാൻ വളരെ വൈകും. താൻ ചിലപ്പോ പോകേണ്ടി വരണമെന്നില്ല, പക്ഷെ ഇതിനെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ആണോ? എന്നാ അവില്. ഓ, താനിങ്ങി വന്നേ. എന്താ സാറേ? ഈ മാടത്തെ വർത്താനം പറയൂ. എടോ, ഈ കവളം കാളിയില്ലേ, മൈന, അത് വർത്താനം പറയോടോ? ചെലപ്പോ. അതെയോ? എന്നതറിയോ, മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു മൈനെ കിട്ടി. കുറെ നാൾ ഞാനല്ലേ വളർത്തി. ഈ വയമ്പൊക്കെ കൊടുത്തടോ, എന്നിട്ടും അത് വർത്താനം പറഞ്ഞില്ല. ഇപ്പോഴാണ് സാർ ഇടിച്ചു പറയിച്ചാനെ. സരിത പദ സ പരിഗര സിഗ